ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ എന്താണ് ഈ നോക്കി നടക്കുന്നത് വെച്ചാൽ കേശ സംരക്ഷണത്തിനുള്ള പുറപ്പാടാണ് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ആട്ടിയിട്ട് വന്നപ്പോൾ മുതൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് കുറച്ച് എണ്ണ കാച്ചി തരുമോയെന്ന്. അപ്പം അമ്മ പറഞ്ഞു പറ്റുകയേ ഇല്ല, വേണമെങ്കിൽ പോയി സാധനങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ട് വായോ പറഞ്ഞു. പിന്നെ ഉച്ചയ്ക്ക് നട്ടപ്രാന്ത് എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ഈ നട്ടപ്പുറ വെയിലത്ത് ഞാൻ കുറച്ച് ചെമ്പരത്തിൻ്റെ മൊട്ട് തപ്പി ഇറങ്ങിയത് കേട്ടോ. അപ്പം ഞാൻ വലിക്കാൻ പോകുന്നത് അത് നേരത്തെ കൂട്ടി കണ്ടതുകൊണ്ടാണ് തോന്നുന്നു എല്ലാം വിരിഞ്ഞു നിന്ന്. എന്നാലും എൻ്റെ അത്യാവശ്യം എനിക്കുള്ളതൊക്കെ കിട്ടി കേട്ടോ. പിന്നെ ഞാൻ ഈ ലക്ഷ്യം വെച്ച് ഓടുന്നത് പാച്ചുവിൻ്റെ വീടാട്ടോ. അവിടെ പോയി എന്ന് വെച്ചാൽ നമുക്ക് കരിവേപ്പിലയും മൈലാഞ്ചിയും ഒക്കെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതിന് വേണ്ടിയുള്ള എൻ്റെ സാഹസികങ്ങളാണ് ഇതൊക്കെ. പിന്നെ അവന്മാരെന്നെ എനിക്ക് പോയി കുറച്ച് മൈലാഞ്ചിയും ഇതൊക്കെ പൊട്ടിച്ചുകൊണ്ട് തന്നത് കൊണ്ട് തന്നെ ഞാൻ വെറുതെ നോക്കൂത്തിയായി നിന്ന്. പിന്നെ അവിടെ കുറച്ച് ബട്ടർ ഫ്രൂട്ടൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ ശരി എന്തെങ്കിലും കണ്ടതല്ലേ എന്ന് പറഞ്ഞ് ഒന്ന് പൊട്ടിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാൻ പറഞ്ഞപ്പോൾ പാച്ചു പറഞ്ഞു, ചേച്ചി അത് പഴുത്തതല്ല, ഇതാ പഴുത്തത്, തിന്നോളൂ എന്ന് പറഞ്ഞിട്ട് അവൻ എനിക്ക് തന്നിട്ട്. ഇല്ലെങ്കിൽ ഞാൻ ആ പച്ച തിന്നിട്ട് മിണ്ടാതിരുന്നുണ്ടാവും. പക്ഷേ എനിക്ക് കഴിച്ചപ്പോൾ എനിക്ക് അത്രയ്ക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ കുറച്ചങ്ങ് കഴിച്ചങ്ങ് നിർത്തി. പിന്നെ അവനെനിക്ക് എല്ലാം അതൊക്കെ പൊട്ടിച്ചു തന്നതുകൊണ്ട് തന്നെ ഞാൻ വെയിൽ ചാടി അപ്പുറത്തേക്ക് പോന്നു. വെയിൽ ചാടി എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ, നന്നായി ചാടാൻ അറിയാവുന്നത് കൊണ്ടും തന്നെ ഞാൻ വെയിൽ ചാടിയാണ് കേട്ടോ വീട്ടിലോട്ട് പോയത്. വീട്ടിൽ കൊണ്ടുപോയി അമ്മയ്ക്ക് മൈലാഞ്ചിയുണ്ട്, ചെമ്പരത്തി, കരിവേപ്പില എന്നൊക്കെ പറഞ്ഞ് അമ്മൻ്റെ കാലും പിടിച്ചിരിക്കുന്നതാണ്. ഒന്ന് കാച്ചി തരുമോ എന്ന് പറഞ്ഞിട്ടോ. പിന്നെ ഇതെനിക്ക് വിജയാൻറ്റി തന്നതാട്ടോ. വിജയാൻറ്റി ആരാന്ന് വെച്ചാൽ വിച്ചുവിൻ്റെ അമ്മയാണ്. വിജയാൻറ്റി ഭയങ്കര സ്വീറ്റാട്ടോ. ഞാൻ രാത്രി പോയിട്ടാണ് എനിക്ക് കറ്റാർവാഴ വേണമെന്ന് പറഞ്ഞപ്പോൾ വേഗം പൊട്ടിച്ചൊക്കെ തന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ അമ്മ എന്നെ കാണാതെ 2 ലിറ്റർ വെളിച്ചെണ്ണ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. കാരണം ഞാനെങ്ങാനും അതിനെപ്പറ്റി കമത്തി വേറെ വല്ലതും ആക്കിയാലോ എന്ന് പറഞ്ഞാൽ പേടിച്ചിട്ടോ. പിന്നെ കാല് പിടിച്ചിരുന്ന് കരഞ്ഞ് ലാസ്റ്റ് അമ്മ എണ്ണ കാച്ചാന്ന് സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആദ്യം നമ്മളതിലേക്ക് കറ്റാർവാഴയുടെ പൾപ്പിട്ട് കൊടുത്തു. പിന്നെ ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചതച്ചത്. പിന്നെ നമ്മുടെ മൈലാഞ്ചി, കരിവേപ്പില, പിന്നെ എന്തിനാ ചെമ്പരത്തി, അതിനെയൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണയിലോട്ട് അങ്ങ് ഇട്ട് അതിൻ്റെ ഒരു മണം, ഒരു വാസന ഉണ്ടല്ലോ ഗൈസ്. എനിക്കത് അങ്ങനെ തന്നെ എടുത്ത് തിന്നാൻ തോന്നി. പക്ഷെ തിളച്ച എണ്ണ വായിലൊഴിച്ചാൽ എൻ്റെ തൊണ്ട കത്തിപ്പോന്നുള്ളത് കാരണം ഞാനതങ്ങ് വെറുതെ വിട്ടിട്ടാ. പിന്നെ അമ്മ പറഞ്ഞ് കുറച്ച് അരി ഇതിലേക്ക് ഇട്ടാൽ അരി ഇങ്ങനെ പൊരിഞ്ഞ് വരും. അപ്പോൾ അതാണ് എണ്ണ പാകമായതിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞിട്ട് അമ്മ എനിക്ക് അതൊക്കെ പറഞ്ഞൊക്കെ തന്നു. പക്ഷെ അമ്മേൻ്റെ വിചാരം ഞാൻ നാളെ പോയി എണ്ണ കാച്ചുന്നതാണ്. എവിടെ കഴിച്ചതൊന്നും കാച്ചാൻ വേണ്ടി